കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയനാട് പാക്കം സ്വദേശി ശരത്തിന് തുടർ ചികിത്സയ്ക്കായി സഹായഹസ്തം. രാഹുൽ ഗാന്ധി MP 50,000 രൂപ നൽകും. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരും കാരേരി കോളനിയിലെത്തി ശരത്തിനെ കണ്ടു. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ പോൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ശരത്തിന്റെ ദുരവസ്ഥ 24 പുറത്തുവിട്ടത്. പാക്കത്ത് പോൾ കൊല്ലപ്പെട്ട അതേ ദിവസം രാത്രിയിലാണ് തൊട്ടടുത്തുള്ള കാരേരി കാട്ടുനായ്ക്ക കോളനിയിലേക്ക് ഞാൻ എത്തുന്നത്. ഇവിടേക്കുള്ള വഴി കാട്ടിയത് കട നടത്തുന്ന ജോൺ എന്ന മനുഷ്യനാണ്. ശരത്ത് എന്ന ഈ ബാലൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ ദുരവസ്ഥ ലോകത്തെ അറിയിച്ചു. പലരും സഹായവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ. ശരത്തിനെ കാണാൻ ഞങ്ങൾ വീണ്ടും കാരേരി കാട്ടുനായ്ക്ക കോളനിയിലെത്തി. അതേ കിടക്കയിൽ ഒറ്റക്കിടപ്പാണ്. തുടർ ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്ന കുടുംബത്തിൻ്റെ ദുരവസ്ഥ 24 വാർത്തയാക്കിയിരുന്നു. ആ വാർത്തയുടെ വഴിയിൽ സഹായഹസ്തങ്ങളുണ്ടായി. MP ആയ രാഹുൽ ഗാന്ധി ഒരു ഉദാഹരണം. പുൽപ്പള്ളി പാക്കം ശരത്തിൻ്റെ വന്യമൃഗ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വലിയ പ്രയാസത്തോടുകൂടി കിടക്കുന്നതായിട്ടുള്ള ശ്രീ ശരത്തിൻ്റെ വാർത്ത ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് 24 ചാനലാണ്. ആ വാർത്തയെ തുടർന്നാണ് ഈ വിഷയം പുറത്തേക്ക് ഗൗരവമായി എത്തുന്നതും അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായി ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് 50,000 രൂപ അടിയന്തരമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ശരത്തിന് പറയാനുള്ളത്, അതിനുശേഷം കുറേ പേര് കാണാനൊക്കെ വന്നു. പിന്നെ നല്ല ഇതൊക്കെ ചികിത്സയൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. മാതാപിതാക്കളായ വിജയനും കമലാക്ഷിക്കും അല്പം ആശ്വാസം. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കൊച്ചിനെ കാണുമ്പോൾ. ഇപ്പോൾ കുറേ പേരൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട് തന്നെ. കുട്ടീനെ ഇങ്ങനെ കുറച്ചൊക്കെ തരുന്നുണ്ട്. നമുക്ക് ആൾക്കാർ വന്ന് നമ്മളെ സഹായം തന്നില്ലെങ്കിൽ നമുക്ക് ഒരു സങ്കടം തോന്നില്ലേ? ആ സങ്കടം നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. അത് ഇന്ന് തൊട്ട് നമ്മുടെ സങ്കടം നമ്മുടെ ഇതിൽ വെച്ച് നമ്മൾ അതുകൊണ്ട് കുറച്ച് മാറി കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ 28-നാണ് ശരത്തിനെ വീട്ടിലേക്ക് വരും വഴി ആന കുടഞ്ഞെറിഞ്ഞത്. ഇടുപ്പല്ലിനാണ് പരിക്ക്. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇതിനകം പല വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കാരേരി കോളനിയിലേക്ക് എത്തിയിരുന്നു. വയനാട്ടിലേക്ക് അടുത്ത ദിവസം എത്തുന്ന മന്ത്രിമാർക്ക് മുന്നിൽ ശരത്തിന്റെ കുടുംബം അപേക്ഷകൾ കൈമാറും. ഇപ്പോഴും കാട്ടാന പേടിയുണ്ട് ഈ നാട്ടുകാർക്ക്. അടുത്ത ദിവസങ്ങളിൽ പോലും കൃഷി നശിപ്പിച്ചാണ് കാട്ടാന കാടുകയറിയത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.